നമ്മുടെയൊക്കെ ജീവിതത്തിലെ എല്ലാം വളരെ നന്നായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് ചില വെല്ലുവിളികളൊക്കെ ഉണ്ടാവും അല്ലേ? ആ വെല്ലുവിളികളെ നമ്മൾ എങ്ങനെ അതിജീവിക്കും? നിരാശപ്പെട്ട് വിധിയെ പഴിച്ച് കഴിയോ, അതോ ആർജവത്തോടെ നേരിടുമോ? പറയാൻ പോകുന്ന കാര്യം, ലോകം മുഴുവൻ ആരാധകരുള്ള ഒരു സിനിമാ താരമുണ്ടായിരുന്നു. 1980കളിൽ 4 സൂപ്പർമാൻ സിനിമകളിൽ സൂപ്പർമാനായി അരങ്ങു തകർത്ത ക്രിസ്റ്റഫർ റീവ്. പക്ഷേ വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കവെയാണ് 43-ാം വയസ്സിൽ ഒരു വലിയ ദുരന്തമുണ്ടായത്. വിർജീനിയയിൽ നടന്ന കുതിരയോട്ട മത്സരത്തിൽ കുതിരപ്പുറത്ത് നിന്നും അപ്രതീക്ഷിതമായി നിലതെറ്റി റീവ് താഴേക്ക് വീണു. തല ശക്തിയായി ഇടിച്ചു, കഴുത്തൊടിഞ്ഞു. ജീവൻ തിരികെ കിട്ടിയെങ്കിലും വിധിയുമായുള്ള റീവിന്റെ യഥാർത്ഥ യുദ്ധം തുടങ്ങിയത് അപ്പോഴാണ്. റീവിന്റെ കഴുത്തിന് താഴേക്ക് ചലനമറ്റു. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ഇനി ഒരു തിരിച്ചുവരവില്ലെന്ന് ഡോക്ടർമാരും വിധിയെഴുതി. എന്നെ ഒന്ന് കൊന്നു തരുമോ എന്ന് പോലും റീവ് ഭാര്യ ഡാനയോട് ചോദിച്ചു. പക്ഷേ റീവിന്റെ ചലനമറ്റ ശരീരത്തിലേക്ക് ചേർന്നു നിന്ന് ഭാര്യ പറഞ്ഞു, ഒരിക്കലും ഒറ്റയ്ക്കാകില്ല. പരിശ്രമിച്ചാൽ ഇനിയും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ടെന്ന്. ആ വാക്കുകളിൽ അയാൾ നിറച്ച ഊർജം ചെറുതല്ലായിരുന്നു. പിന്നീട് ഒരിക്കലും മരണത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചിട്ട് പോലുമില്ല. ഓരോ ദിവസവും ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ ചലിപ്പിക്കാൻ ശ്രമിച്ചു. 5 വർഷം കൊണ്ട് കൈകളും കാലുകളും ചലിപ്പിച്ചു. നിരാശയുടേതല്ലാതെ കണ്ണുനീർ ആ കണ്ണുകളിൽ നിറഞ്ഞു. തനിക്ക് നടക്കാനാകുമെന്ന് സ്വയം പറഞ്ഞു പഠിപ്പിച്ചു. അത് തിരിച്ചുവരവായിരുന്നു. വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ഇൻ ദ ഗ്ലോമിംഗ് എന്ന സിനിമ റീവ് സംവിധാനം ചെയ്തു. റിയർ വിൻഡോ എന്ന സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിച്ചു. നിരവധി സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചു. ബുക്കുകൾ എഴുതി. പരാജയപ്പെടുത്താൻ ശ്രമിച്ച വിധിയെ ഇച്ഛാശക്തി കൊണ്ട് കീഴടക്കി ജീവിതത്തിലും സൂപ്പർമാനായി മാറിയ റീവിന്റെ ആത്മകഥയ്ക്ക് പ്രസാധകർ പേരിട്ടത് ഇങ്ങനെയാണ്: ദ സൂപ്പർ ഹീറോ. ജീവിതത്തിൽ ഏറ്റവും നിരാശയിൽ നിന്നും ശരീരം പോലും ചലനമറ്റ ഇടത്തു നിന്നും ഒരു സൂപ്പർമാനെ പോലെ തിരികെ വന്ന ക്രിസ്റ്റഫർ റീവിന്റെ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും എന്തുമാത്രം പ്രചോദനമാണല്ലേ? അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് തന്നെ നമുക്ക് പോകാം. ആദ്യം നമ്മുടെ സ്വപ്നങ്ങൾ അസാധ്യമാണെന്ന് തോന്നും, പിന്നീട് അസംഭവ്യമാണെന്നും. പക്ഷേ നമ്മുടെ ഇച്ഛാശക്തിയിൽ അതൊക്കെയും അനിവാര്യമായി തീരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വപ്നങ്ങളും ജീവിതത്തിന്റെ അതിരുകളും നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. തിരിച്ചടികളും പരാജയങ്ങളും ഒക്കെയും എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ വരും. ആ സമയത്തൊക്കെ ഇതൊക്കെ അസാധ്യമാണെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. പക്ഷേ നമ്മുടെ ആത്മവിശ്വാസത്തിൽ, ഇച്ഛാശക്തിയിൽ നമ്മൾ വിജയിക്കും. നമ്മളെ വിജയിക്കൂ.